എക്സ്പ്ലെയിൻ ചെയ്യാൻ സിമ്പിളാണ്. അവർ ജീവിതത്തിൽ ഭയങ്കര മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ നന്മയായിട്ട് പെരുമാറാനും ഒക്കെ ആയിട്ട് കാണിക്കുന്നില്ലേ. ജീവിതത്തെ അങ്ങനെയൊന്നുമല്ല, മറ്റുള്ളവർക്ക് എങ്ങനെ പാര വെക്കാം, ഒരുത്തൻ്റെ ചാൻസ് എങ്ങനെ ഇല്ലാതാക്കാം, അവനെ അത് പറഞ്ഞില്ലേ എന്നാൽ പിന്നെ അവനെ വളർത്തണ്ട, അവനെ അങ്ങ് അടിച്ചില്ലാതാക്കാം. ഇത് തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നഷ്ടമായ അവസരങ്ങളുണ്ടോ ഫിറോസ്? ഒരുപാടുണ്ട്. അങ്ങനെ നഷ്ടമൊന്നുമല്ല, അതിൽ എനിക്ക് വിധിയില്ലായിരിക്കാം, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോഴും ഒരു 10 ചാൻസ് വന്നു കഴിഞ്ഞാൽ 8 തട്ടിപ്പോവും. ഈ അടുത്തിടയ്ക്ക് തന്നെ ഞാനൊരു ഒമർ ലുലുവിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചു. ഒമർ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. അപ്പോൾ അതിനകത്ത് ബാഡ് ബോയ്സിൽ അഭിനയിച്ചു. അതിനകത്ത് സത്യത്തിൽ അത് ഒരു സീനാണ്, അത് പുള്ളി അത് എനിക്ക് ബാറിനകത്തുള്ള ഒരു സീനാണ്. പക്ഷേ അദ്ദേഹം എനിക്ക് വേണ്ടി അത് നല്ല രീതിയിൽ തന്നെ അത് പ്രത്യേക ബിൽഡപ്പ് ഒക്കെ തന്നു. പക്ഷേ ഞാൻ ചെയ്യേണ്ടിയിരുന്ന ക്യാരക്ടർ അതായിരുന്നില്ല. ഞാൻ ചെയ്യേണ്ടിയിരുന്നത് അതിനകത്ത് വലിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ കഥ പറയുന്നത് തുടക്കം, ആ കഥ എഴുതാൻ തുടങ്ങിയ മുതൽ ആ ക്യാരക്ടർ എനിക്ക് വേണ്ടി വെച്ചിരിക്കുകയും അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്തായിരുന്നു. അവസാനം അത് വേറെ പ്രൊഡ്യൂസർ ടീം ഏറ്റെടുത്തിരുന്നു. ആദ്യത്തെ പ്രൊഡ്യൂസർ ആയിരുന്നില്ല. ആ പ്രൊഡ്യൂസറിന് അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരായിരുന്നു. എന്നെയെന്ന് അറിയത്തില്ല, എൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാരണം അവർക്കെന്ന് അവരെ സ്തുതി പാടുന്ന കുറച്ച് ടീമുകളുണ്ട്, അവരെ അതിലേക്ക് പേസ്റ്റ് ചെയ്തു. അപ്പം ഒരു ഡയറക്ടർ എന്ന രീതിയിൽ പുള്ളിക്കത് കേൾക്കേണ്ടി വന്നു. 100% അയാൾ ഒരിക്കലും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പകരം എനിക്ക് പുള്ളി എൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അങ്ങനൊരു സീൻ അയാൾ മനോഹരമായിട്ട് ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ഒരു ഉദാഹരണം പറഞ്ഞതാണ്, ഈ സ്തുതി പാടാത്തത് കൊണ്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്.